ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല സദ്യ സ്പെഷ്യൽ അവിയലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്നും ഒക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു കായാണ് ഇട്ട് കൊടുക്കുന്നത്. നീളത്തിൽ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ ഇതേ തിക്നെസ്സിൽ എല്ലാ കഷ്ണങ്ങളും ഒരേ തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നീളത്തിൽ ചേന ഇടുന്നുണ്ട്. ഒരു 100 ഗ്രാമോളം ചേനയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ഭാഗം വെള്ളരിക്ക ഇതേ രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഒരു 5 കോവയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും വണ്ണവും നീളമൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. 3 പയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അച്ചിങ്ങ അതും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 5-6 കൊത്തവര അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കഷ്ണം മുരിങ്ങാക്കോൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വെക്കാം. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിവാക്കാവുന്നതാണ്. കാരണം ഇതിപ്പോൾ ചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടിക്ക് പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ആ പച്ചക്കറിയുടെ ആവി വെള്ളത്തിൽ തന്നെ അതിൽ തന്നെ അത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയത് എടുക്കുന്നുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 7 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ഒതുക്കിയെടുത്താൽ മതി. നന്നായിട്ട് അരഞ്ഞു കിട്ടുമൊന്നും വേണ്ട. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ആ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടായി കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് മൊത്തം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല പുളിയുള്ള തൈരല്ല ഒഴിക്കുന്നത്, എന്നാൽ തീരെ പുളി ഇല്ലാത്തതും ആവരുത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തൈരും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ച വെളിച്ചെണ്ണ നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡിയാണ്. സദ്യക്കൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെയാണ് ഇത് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബാക്കി വേറെയും കഷ്ണങ്ങൾ ചേർക്കാവുന്നതാണ്. കൈപ്പക്ക ചേർക്കും, പിന്നെ വഴുതനങ്ങ ചേർക്കും, കാമ്പ് ചേർക്കാം. അങ്ങനെ നമുക്ക് ആ സമയത്ത് എന്തൊക്കെ കഷ്ണങ്ങൾ അവൈലബിൾ ആണോ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചക്ക കണ്ടലൊക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ സീസണ് വെജിറ്റബിൾസ് എന്തൊക്കെ അവൈലബിൾ ആണോ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതേപോലെ നമ്മൾ തൈരിന് പകരം നമുക്ക് പുളി ചേർക്കുന്നവരുണ്ട്, ചിലപ്പോൾ മാങ്ങ ചേർക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അവിയൽ എന്ന് പറയുന്നത് ഉള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തെയും ചോയ്സ് അനുസരിച്ച് കഷ്ണങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.